ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളത്തെ ദിവസം നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്ത് കളയാൻ പാടില്ല. അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള സങ്കടഹര ചതുർത്ഥിയാണ് നാളെ എന്ന് പറയുന്നത്. നാളത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വ്രതമെടുത്താലും വ്രതമെടുത്തില്ലെങ്കിലും ഞാൻ ഈ പറയുന്ന മന്ത്രമെങ്കിലും നിങ്ങളൊന്ന് ചൊല്ലാൻ ശ്രമിക്കണം. അതുപോലെ വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പറ്റുമെങ്കിൽ അതും എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം അത്രയ്ക്ക് പവറുള്ള ഒരു സങ്കടഹര ചതുർത്ഥിയാണ് നാളെ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സാധാരണയായിട്ട് ചൊവ്വാഴ്ചകളിൽ വരുന്ന സങ്കട ഗണേശ ചതുർത്ഥിക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് കറുത്തപക്ഷത്തിൽ വരുന്ന ചൊവ്വാഴ്ച വരുന്ന ചതുർത്ഥി. അതേപോലെ പ്രാധാന്യമുള്ളതാണ് ഈ പ്രാവശ്യത്തെ ജൂലൈ 2-ാം തീയതി വന്നിരിക്കുന്ന സങ്കടഹര ചതുർത്ഥിക്ക്. ഈ ഒരു സങ്കടഹര ചതുർത്ഥിക്ക് പറയുന്ന പേര് കൃഷ്ണ പിംഗള സങ്കടഹര ചതുർത്ഥി എന്നാണ്. എന്തുകൊണ്ടാണ് കൃഷ്ണ പിംഗള സങ്കടഹര ചതുർത്ഥി എന്ന പേര് വന്നത്? ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പിക്ചറിലോട്ട് നിങ്ങളൊന്ന് നോക്കിക്കേ. ഇതിലെ ഗണേശന് ഭഗവാൻ കൃഷ്ണൻ്റെ കളറാണ്. ആ ഒരു കാർമുകിൽ വർണ്ണത്തോടു കൂടിയ ഭഗവാനായതുകൊണ്ടാണ് കൃഷ്ണ പിംഗളൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ദിവസം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലാണോ നമുക്ക് വിജയം വേണ്ടത്, ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലാണോ നമ്മൾ തടസ്സം നേരിടുന്നത്, അത് മാറ്റി ഭഗവാൻ നമുക്ക് വിജയം നൽകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാളത്തെ ദിവസം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അതിനോടൊപ്പം നാളെ വെള്ളിയാഴ്ച കൂടിയിട്ടാണ്. വെള്ളിയാഴ്ചയോട് കൂടി വന്നിരിക്കുന്ന സങ്കടഹര ചതുർത്ഥി എന്ന് പറയുന്നത് മഹാലക്ഷ്മിക്കും ഗണേശ ഭഗവാനും വളരെ വളരെ പ്രിയപ്പെട്ടതാണ്. നാളെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പൂജാമുറിയിൽ 3 ദീപങ്ങൾ കൊളുത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ചതുർത്ഥി തിഥിയുടെ ആരംഭം നാളെ ഉച്ചയ്ക്കാണ്. ശനിയാഴ്ച ഉച്ചയോടുകൂടി തന്നെ ചതുർത്ഥി തിഥി അവസാനിക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ ചതുർത്ഥി വ്രതം എടുക്കുന്നത് ചന്ദ്ര ഉദയ സമയത്തെ കണക്കാക്കിയാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ജൂലൈ 3-ാം തീയതിയാണ് ചതുർത്ഥി തിഥി വരുന്നതും നമ്മൾ വ്രതം എടുക്കേണ്ടത്. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയാണ് സങ്കടഹര ചതുർത്ഥി വ്രതം എടുക്കേണ്ടത്. തുടർച്ചയായ ചതുർത്ഥി വ്രതം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും തന്ന് ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. വ്രതം എടുക്കുന്നവരൊക്കെ സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്താം. അങ്ങനെയല്ലെങ്കിൽ ഭഗവാന് സെപ്പറേറ്റ് ആയിട്ടൊരു നെയ്ദീപം കൊളുത്തി വെക്കാം. ഭഗവാന് നല്ല പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിക്കാം. ചെമ്പരത്തിപ്പൂ, ശംഖുപുഷ്പമൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാൻ അതൊക്കെ സമർപ്പിക്കാം. അതേപോലെ 21 കറുക ഒന്നിച്ച് കൂട്ടിക്കെട്ടി, അത് ഭയങ്കര ശ്രേഷ്ഠമാണ്. 21 കറുകകൾ ഒന്നിച്ച് കൂട്ടിക്കെട്ടി ഭഗവാന് സമർപ്പിക്കുന്നത് നമുക്ക് നല്ല ഐശ്വര്യം തരും. അങ്ങനെ നമുക്ക് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. ശേഷം അവിടെ ഇരുന്ന് നമ്മൾ ഭഗവാന്റെ മന്ത്രം ഒന്നെങ്കിൽ ഗം എന്ന് മാത്രം നമുക്ക് ജപിക്കാം. അങ്ങനെയല്ലെങ്കിൽ ഓം ഗം ഗണപതിയെ നമ എന്നുള്ള മന്ത്രം ജപിക്കാം. അങ്ങനെയല്ലെങ്കിൽ ഭഗവാന്റെ ഗായത്രി മന്ത്രം, ഏതൊരു ദൈവത്തിൻ്റെയും ഗായത്രി മന്ത്രത്തിന് ശക്തി വളരെ കൂടുതലാണ്. അത് 27 പ്രാവശ്യം നമുക്ക് ജപിക്കാം. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോധന്തി പ്രചോദയാത്. ഇതിൽ ഏത് മന്ത്രം ജപിക്കുന്നതാണോ നിങ്ങൾക്ക് തോന്നുന്നത് ജപിക്കണമെന്ന് അത് ജപിച്ചാൽ മതിയാകും. അതേപോലെ തന്നെ കയ്യിൽ ഒരുപാട് പൂക്കളൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഭഗവാന് പൂക്കൾ കൊണ്ട് ഭഗവാന്റെ 108 അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. അങ്ങനെ നമ്മൾ വ്രതം തുടങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഭക്ഷണം ഒന്നും നമുക്ക് കഴിക്കാതെ ഇരിക്കാം. ജലം മാത്രം കുടിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെയല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം. അരിയാഹാരം സന്ധ്യയ്ക്ക് ചതുർത്ഥി തിഥി ദിവസം ആകാശത്ത് ചന്ദ്രൻ വന്നതിന് ശേഷമാണ് നമ്മൾ ഗണേശ ഭഗവാനെ പൂജിക്കുന്നത്. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ഭഗവാന് കൊഴുക്കട്ടയോ അവലോ മലരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അത് കഴിച്ച് നമുക്ക് വ്രതം വിടാം. ഇനി നിവേദ്യമൊന്നും വെക്കുന്നില്ല, നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി മാത്രം ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് അരിയാഹാരം കഴിക്കാവുന്നതാണ്. അപ്പോഴും നോൺ വെജ് കഴിക്കാനായിട്ട് പാടില്ല, അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വ്രതം എടുക്കുന്നത്. ഇനി നിങ്ങൾ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരാണ്, ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരു നേരം അരിയാഹാരം കഴിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ അരിയാഹാരത്തിന് അപ്പുറം നമുക്ക് മറ്റെന്തെങ്കിലും നമുക്ക് ഫുഡ് കഴിക്കാവുന്നതാണ്.
അതുകൊണ്ട് അരിയാഹാരം കഴിയുന്നതും എല്ലാവരും ഒഴിവാക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഓട്സൊക്കെ കഴിക്കാവുന്നതാണ്. അതേപോലെ പച്ചക്കറികൾ സാലഡാക്കി നമുക്ക് കഴിക്കാം. ഫ്രൂട്ട്സ് എത്ര വേണമെങ്കിലും കഴിക്കാം. എന്ന് പറഞ്ഞാൽ ഒരുപാട് വയറ് നിറയ്ക്കുന്ന രീതിയല്ല, മിതമായി നമ്മുടെ വയറ് നിറയുന്ന രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ ക്ഷേത്രത്തിൽ പോകുന്നത് രാവിലെയോ വൈകിട്ടോ എപ്പോഴാണോ ക്ഷേത്രത്തിൽ പോകാൻ സൗകര്യം അതനുസരിച്ച് ക്ഷേത്രത്തിൽ പോകണം. ക്ഷേത്രത്തിൽ പോകുമ്പം നമുക്ക് ഭഗവാന് തേങ്ങ വാങ്ങിക്കൊണ്ട് പോകാം. ഒരു തേങ്ങയാണ് നമ്മൾ എപ്പോഴും വാങ്ങിക്കൊണ്ട് പോയി ഭഗവാന് സമർപ്പിക്കുന്നത്. ഈ പ്രാവശ്യം 3 തേങ്ങ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ 3 തേങ്ങ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കാം. കറുക പുല്ലുകൊണ്ടുള്ള മാലയോ 21 കറുക ഒന്നിച്ച് കൂട്ടിക്കെട്ടിയോ സമർപ്പിക്കാം. അവല്, മലര്, പഴം, ശർക്കര ഇതൊക്കെ സമർപ്പിച്ചാൽ എടുക്കുന്ന ക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിനനുസരിച്ചുള്ളത് ഭഗവാന് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കണം. ശേഷം അവിടെ നിന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ച് 27 പ്രദക്ഷിണം ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അതും ചെയ്യണം. അതിനുശേഷം നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് വരിക. വീട്ടിൽ പൂജകൾ ചെയ്യുന്നവർ, വഴിപാട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, മന്ത്രങ്ങൾ ചൊല്ലുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യുക. സന്ധ്യയ്ക്ക് വീട്ടിൽ വന്നതിന് ശേഷം ഭഗവാന് മുൻപിലായിട്ട് നമ്മൾ 3 നെയ്വിളക്കുകൾ, അതായത് പച്ചരി എടുക്കുക. പച്ചരി, കാരണം നാളെ ശുക്രൻ്റെ ദിവസം കൂടിയിട്ടാണ്, അതുകൊണ്ട് വെളുത്ത പച്ചരി എടുക്കണം. ശുക്രൻ്റെ ധാന്യമല്ല പച്ചരി, പക്ഷേ വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് നമ്മൾ പച്ചരി എടുക്കുന്നത്. ഒരു ചെറിയ വാഴയിലയിലോ അല്ലെങ്കിൽ ബ്രാസിൻ്റെ ഒരു പ്ലേറ്റിലോ നമ്മൾ പച്ചരി നിരത്തുന്നു. അതിന് പുറത്തായിട്ട് മൺവിളക്കോ ബ്രാസിൻ്റെ ചെറിയ വിളക്കോ വെച്ചിട്ട് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ 3 വിളക്കുകൾ കൊളുത്തുന്നു. 3 വിളക്കും ഭഗവാനെ നോക്കിയിരിക്കുന്നത് പോലെ വേണം കൊളുത്താനായിട്ട്. എന്നിട്ട് നമ്മൾ അവിടെ ഇരുന്ന് സങ്കടനാശന ഗണപതി സ്തോത്രം 3 പ്രാവശ്യം ജപിക്കണം. സങ്കടനാശന ഗണപതി സ്തോത്രം 3 പ്രാവശ്യം ജപിച്ച് ഭഗവാന് നമ്മൾ നിവേദ്യം സമർപ്പിക്കണം. നിവേദ്യം ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കട്ട ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും കോഴിക്കട്ട ഉണ്ടാക്കി വെക്കാം. പഴം, അവല്, ശർക്കര, നമ്മളെക്കൊണ്ട് എന്തൊക്കെ ഭഗവാന് കൊടുക്കാൻ പറ്റുമോ അത്രയും വസ്തുക്കൾ ഭഗവാന് കൊടുക്കാം. അതിനിങ്ങനെ കണക്കുകളൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. എത്രമാത്രം കൊടുക്കാൻ പറ്റുമോ അത്രയും ഭഗവാന് കൊടുക്കുക എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ലക്ഷ്മി ദേവിയുടെ ഒരു മന്ത്രം കൂടിയിട്ട് ജപിക്കണം. കാരണം വെള്ളിയാഴ്ച ലക്ഷ്മി ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ പ്രാവശ്യത്തെ ദീപാവലിക്ക് ലക്ഷ്മി ഗണപതി പൂജയാണ് ചെയ്തത്. അത് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അപ്പം ഈ ഒരു വെള്ളിയാഴ്ച, പ്രത്യേകിച്ച് ജൂലൈ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാണിത്. അതുമാത്രവുമല്ല, ചതുർത്ഥി തിഥിയോടുകൂടി വന്നിരിക്കുന്ന വെള്ളിയാഴ്ച. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ഗണപതി മന്ത്രം ഒരു 27 പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ്. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നവരാണെങ്കിൽ ലക്ഷ്മി ദേവിയെയും ഗണപതി ഭഗവാനെയും ഒന്നിച്ചിരുത്തി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെയല്ല, ഒരുപാട് പേര് വീട്ടിൽ പൂജകളൊന്നും ചെയ്യാത്തവരുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് ഗണപതി ഭഗവാന്റെ മുൻപിലിരുന്ന് ഞാൻ ഈ പറഞ്ഞ സങ്കടനാശന ഗണപതി സ്തോത്രം 3 പ്രാവശ്യം ജപിക്കാം. അതിനുശേഷം ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് മുൻപിലിരുന്ന് ലക്ഷ്മി ദേവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം 27 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. ഇനി അർച്ചനകളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താമരപ്പൂവിൻ്റെ ഇതളുകൾ, റോസാപ്പൂവിൻ്റെ ഇതളുകൾ, കവടി, ഗോമതി ചക്രം, നാണയങ്ങൾ ഇതൊക്കെ കൊണ്ട് അർച്ചന ചെയ്തുകൊണ്ടും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. അത് നമ്മുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും ജപിക്കാം. ഇതൊന്നും പറ്റിയില്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഗണപതി ഭഗവാന്റെ മുൻപിൽ 3 ദീപങ്ങൾ കൊളുത്താൻ പറ്റുമെങ്കിൽ ആ 3 ദീപങ്ങൾ കൊളുത്തി വെച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ഈ ഒരു മന്ത്രം, ഗണപതി ഭഗവാന്റെ മന്ത്രം 3 പ്രാവശ്യം ചൊല്ലി 27 പ്രാവശ്യം ലക്ഷ്മി ദേവിയുടെ മന്ത്രം കൂടി ചൊല്ലി നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഗണപതി ഭഗവാൻ നമുക്ക് തടസ്സങ്ങൾ മാറ്റി വിജയം കൊണ്ടുവരുമ്പം ലക്ഷ്മി ദേവി നമുക്ക് ധനസമൃദ്ധിയാണ് കൊണ്ടുതരുന്നത്. ഇനി നമ്മൾ ചൊല്ലേണ്ടുന്ന ലക്ഷ്മി ഗണപതി മന്ത്രം ഇതാണ്: ഓം ഗം ശ്രീം സർവസിദ്ധിപ്രദയേ ശ്രീം ഗം നമഃ. ഓം ഗം ശ്രീം സർവസിദ്ധിപ്രദയേ ശ്രീം ഗം നമഃ. ഇതാണ് ലക്ഷ്മി ഗണേശ മന്ത്രം. ഇത് 27 പ്രാവശ്യം മാത്രം ചൊല്ലിയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, 27 വെളുത്ത പുഷ്പങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അതും കറുകയും കൂടി ഒന്നിച്ച് വെച്ചിട്ട്, ഭയങ്കര പവറായിട്ടുള്ളൊരു കാര്യമാണത്. അതായത് ഇപ്പോൾ ലക്ഷ്മി ഗണേശ പൂജ ഒന്നിച്ചു ചെയ്യുന്നവർ, വീട്ടിൽ പൂജകൾ ചെയ്യുന്നവരാണെങ്കിൽ ലക്ഷ്മിയെയും ഗണപതിയെയും ഒന്നിച്ചിരുത്തിയിട്ട്
ഗണപതി ഭഗവാന് എല്ലാം കൊടുത്ത് ഭഗവാന് ദീപധൂപ ആരതിയൊക്കെ എടുത്തതിന് ശേഷം ഈ ലക്ഷ്മി മന്ത്രം, ഈ ഒരു ലക്ഷ്മി ഗണേശ മന്ത്രം ചൊല്ലുമ്പം ഒരു വെള്ളപ്പൂവും ഒരു കറുകയെന്ന് പറയുമ്പോൾ 3 ഇതളുകളുള്ള ഒരു കറുകയും കൂടി എടുത്തിട്ട് നമ്മൾ ഈ മന്ത്രം ചൊല്ലുന്നു. അത് 2 പേരുടെയും നടുക്കായിട്ട് സമർപ്പിക്കുന്നു. കറുകപ്പുല്ലൊക്കെ കിട്ടാനുള്ളവർ തീർച്ചയായിട്ടും ഈ രീതിയിൽ തന്നെ ചെയ്തു നോക്കിയാൽ നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കും. അതിന് യാതൊരുവിധ തർക്കവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ മന്ത്രം മാത്രം വിശ്വാസത്തോടു കൂടി ചൊല്ലിയാലും മതിയാകും. പക്ഷേ എനിക്കറിയാം ഒരുപാട് പേര് ഞാൻ പറയുന്ന രീതിയിൽ പൂജകളൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ അതിന് ശേഷം ലക്ഷ്മി ദേവിക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം എന്നൊന്നുമില്ല. ഗണേശ ഭഗവാന് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കും, അതിലൊരു 1-2 എണ്ണം എക്സ്ട്രാ ഉണ്ടാക്കി ലക്ഷ്മി ദേവിക്ക് നമ്മൾ സമർപ്പിക്കുക. പിന്നെ 8 to 9 വരുന്ന ശുക്രഹോര സമയങ്ങളിൽ നിങ്ങൾക്ക് ലക്ഷ്മി ദേവിക്കുള്ള അർച്ചനകളും പൂജകളും ഒക്കെ ചെയ്യാവുന്നതാണ്. നാളെ ഈ ഒരു കാര്യം ഒന്നിച്ച് ചെയ്താൽ മതിയാകും. സെപ്പറേറ്റ് ആയിട്ട് വേറെ ലക്ഷ്മി പൂജ ചെയ്യണമെന്നുള്ള നിർബന്ധമേ ഇല്ല. അപ്പോൾ എല്ലാവരും നാളത്തെ ദിവസം ഇതൊന്ന് ചെയ്തു നോക്കൂ. അതിനുശേഷം നമ്മൾ സമർപ്പിച്ച നിവേദ്യമൊക്കെ വീട്ടിലുള്ളവർക്കും കൊടുത്ത് നമുക്കും കഴിക്കാവുന്നതാണ്. അതിലൊരു വെള്ളപ്പൂവും ഒരു കറുകയും കൂടി നമുക്കെടുത്ത് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാവുന്നതാണ്. പൂവിൽ വെള്ളമയം ഒന്നും പാടില്ല. കറുകയാണെങ്കിലും ഉണങ്ങിയ പൂവും ഉണങ്ങിയ കറുകയുമായിരിക്കണം. അതായത് ജലത്തിൻ്റെ അംശമില്ലാത്ത പൂവും കറുകയും. അത് നമ്മുടെ ക്യാഷ് ബോക്സിലെടുത്ത് വെച്ചിട്ട് അടുത്ത ആഴ്ച എടുത്ത് നമുക്ക് കാൽപ്പെടാത്ത ഇടത്ത് കളയാം. അത് രണ്ടും നമുക്ക് ധനവരവിനെ സഹായിക്കും, കൺദൃഷ്ടിയെ മാറ്റും, ദോഷങ്ങളെ ഇല്ലാതാക്കും, തടസ്സങ്ങളെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നാളെ ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും നല്ല ഫലം ലഭിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.